ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഡോയി സ്റ്റോറീസ്. സോ ഇന്ന് വളരെ സ്പെഷ്യലായിട്ടൊരു ഡേ ആണ്. കാരണം ഞങ്ങളുടെ എല്ലാമായ ഫത്തർക്ക ഞങ്ങളെ വിട്ടിട്ട് ഇവിടെ നിന്ന് ജർമ്മനിയിൽ നിന്നിട്ട് ദുബായിലേക്ക് പോവുകയാണ്. സോ പുള്ളിക്കാരൻ്റെ ഒരു സർപ്രൈസ് പാർട്ടി ഞങ്ങളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സംഭവം പൊളിക്കുന്നതൊന്നും അറിയില്ല ഇവിടെ എന്താ സംഭവം എന്നൊക്കെ. ഞങ്ങൾ ചെറിയ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വിളിച്ചേക്കണത്. ഇവിടെ ഇങ്ങനെയൊക്കെ ഒരുക്കിയിട്ടുള്ള കാര്യമൊന്നും പുള്ളിക്ക് അറിയില്ല. സോ ഇന്ന് നമ്മുടെ ഈ വീഡിയോയിൽ ഇവിടുത്തെ വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത്. എന്റെ ഫാമിലി മിസ്സാവാതിരിക്കാൻ കാരണം നിങ്ങള് ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരു ഫാമിലി പോലെ ഫുൾ ട്രീറ്റ് അല്ല ഇടുവാ സെറ്റല്ലേ. ഇനി വെറുതല്ല ഷെയ്ക്കലി ആയിട്ടാണ് തിരിച്ചു വരാൻ പോകുന്നത്. അത് ചിരിച്ചിരിച്ച് ഇവിടെ വേറെ എടുക്കുന്നത് ഞാൻ മാറുകയാണ്. ഞാൻ ആദ്യമായിട്ട് കാണാൻ ഞങ്ങളുടെ കല്യാണത്തിനാണ്. കല്യാണത്തിന്റെ റിസപ്ഷന്റെ ടൈമിൽ വന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്നിട്ട് ഇങ്ങനെ പറഞ്ഞു ഞാൻ അലി ഇങ്ങനെ പറഞ്ഞു ഞാൻ എനിക്കറിയാം അലി അങ്ങനെ സംസാരിച്ചു. പക്ഷെ ഇയാൾ അത്രയും ദൂരത്തുനിന്ന് കല്യാണത്തിന് വേണ്ടിയിട്ട് റിസ്ക് എടുത്തു വന്നു. തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂരേക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ എനിക്ക് അലിനെ പറ്റി പറയാനാണെങ്കിൽ ഞങ്ങൾ എന്നും വീട്ടിയാണ്. അലി പറയണ എനിക്ക് ഇഷ്ടാവൂല, ഞാൻ പറഞ്ഞ അലിക്ക് ഇഷ്ടാവൂല. ഒരിഞ്ഞിടിയായിരുന്നു അല്ലേ? സണ്ട സന്തോഷം നോക്കി അരി എനിക്ക് പാത്രം എന്നിട്ട് പോണേ ഞാൻ പറഞ്ഞ പാത്രം തന്നിട്ടാണ്. അപ്പൊ അലിക്കാനെ പറ്റി പറയാനാണെങ്കിൽ ഇടിയായിരുന്നു. അലി പറയണമെന്ന് എനിക്ക് ഇഷ്ടാവില്ല, ഞാൻ പറയണമെന്ന് എനിക്ക് ഇഷ്ടാവില്ല. ഇതാണ് സ്ഥിരം ഇടി ഉണ്ടാകാനുള്ള കാരണം. പക്ഷെ എനിക്ക് എന്തായാലും അലിക്കാനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ പെട്ടെന്ന് പോണെന്ന് പറഞ്ഞപ്പോ സങ്കടം. ഇനിയിപ്പോ ഞാൻ ആരെയൊക്കെ ഇടിയിടും പിടിക്കണം. അലീനെ ആദ്യമായിട്ട് ഞാൻ കാണുന്നില്ല, എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് അലിയും ഈ ക്യാമറ പിടിച്ചിരിക്കുന്ന അനീഷ് എനിക്ക് ഇങ്ങോട്ടാണ് അനീഷ് വേറെ വിറ്റാണ് ആള്, ഭയങ്കര വിറ്റാണ്. അലി ഭയങ്കര ഫോർമൽ ആയിട്ടുള്ള കോൺവെർസേഷൻ അല്ലേനു ആദ്യം ചാറ്റ് ചെയ്യുമ്പൊക്കെ. അപ്പൊ അങ്ങനെ ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി വന്ന് അപ്പൊ ഞാൻ ആദ്യം ഇവനോട് ചോദിച്ചത് അലി വരുന്നു ഗ്രൂപ്പില് ഒരാൾക്ക് ചോദിച്ചു. അപ്പൊ അലി പറഞ്ഞു ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ ആലോചിക്കട്ടെ. അപ്പൊ ഞാൻ വെച്ച ഓക്കെ ജാടാ എന്നാ പിന്നെ ഒരുപാട് നല്ല ഓർമ്മ ബ്രദർന്ന് തന്നെ പറയാം. ഞാൻ ശരിക്കും ആ ഒരു ഫീൽ തന്നെയാണ് അലിനെ അത്രയും കണ്ടേക്കുന്നത്. കാരണം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അലിനോട് അത് ഷെയർ ചെയ്യുമ്പോൾ എനിക്ക് അത് ഭയങ്കര റിലീഫ് ആയിരിക്കും. എനിക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഞാനത് അലിനോട് ചോദിക്കാം. അതായത് എന്താ എന്നോട് പറയാത്തത്. 2022 ഇവിടെ ജർമ്മനിയിലോട്ട് വന്നത് 2022 ബാച്ചായിരുന്നു. ഇപ്പൊ എല്ലാവരും എന്നെ കളിയാക്കി ഞാൻ ഇവിടുത്തെ ഏറ്റവും സൂപ്പർ സീനിയർ എന്റെ ഒപ്പം അന്നും ഇന്നും എന്നും കൂടുതൽ അലിയാണ്. നീ അവനെ നശിപ്പിക്കുന്ന ഞാൻ ഒരുപാട് ശ്രമിച്ചിരുന്നു ഇവനെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ. കാരണം എപ്പോഴും എന്റെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ ആഗ്രഹിച്ചേക്കുന്ന ഒരു ഫ്രണ്ടുള്ള അല്ലാണ്ട് കരച്ചല് വന്നിട്ടല്ല. സ്നേഹം ഉണ്ടെങ്കിൽ ഞാൻ പോകത്തില്ല. നാട്ടിൽ പോയി വന്നതിന് ശേഷം അന്നത്തെ ഭയങ്കര ഷോക്കായിരുന്നു. ഒന്നും ഉണ്ടായിരുന്നില്ല. തിരിച്ച് നാട്ടിൽ പോകാനുള്ള പ്ലാൻ തുടങ്ങിയത് അന്നാ. വീഡിയോ BMW ഹാഫ് കട്ട് വീഡിയോ നമ്മള്
അഭിപ്രായം ചോദിച്ചായിരുന്നു, ഓപ്ഷൻ ജിഷ്ണുവിന്റെ അടുത്ത് ചോദിച്ച കണക്ക് ഇവരുടെ അടുത്ത് ചോദിച്ചായിരുന്നു. അപ്പോഴത്തേക്ക് ചോദിച്ച് നമ്മള് ഒരുമിച്ചിട്ട് കൊളാബ് ചെയ്തു, കമ്പനിയായി. അന്നോട്ടെ കമ്പനിയായി. ഇന്നലെ രാത്രി രാത്രി എന്താ റൂമിൽ എന്തായിരുന്നു പറയുന്നത്? അന്ന് മാത്രം കാണാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഗോവർദ്ധന്റെ കൂടെ കിടക്കണം. വിട്ടുപോണതിന് വിഷമമുണ്ട്. അഡ്ജസ്റ്റ് ചെയ്യാം. അനീഷിനേക്കാളും മോശം. ഇവനെപ്പോഴും ഒരു ഫ്രണ്ടായിട്ടാ തോന്നിയിട്ടില്ല കണ്ടോട്ട്. പിന്നെ സേഫാ ഒരു മൊമെന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മെൽവിൻ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഞാനത് ഇവനോട് പറയുമ്പോൾ ഇവൻ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് ഒരു റിപ്ലൈ തന്നു. അതെനിക്ക് ഭയങ്കര ടച്ചിങ് ആയിരുന്നു. ഫ്രൂട്ട്സ് ഉണ്ടോ? എനിക്ക് നല്ല മെമ്മറീസ് മാത്രമേ നല്ലൊരു ഫ്രണ്ടായിട്ട് ഞാൻ കണ്ടേക്കുന്നത്. പിന്നെ എന്തായാലും നന്നായിട്ട് എനിക്ക് അത് നമ്പർ കീർത്തനാണ്, അനീഷിന്റെയും നമ്പർ എനിക്ക് തന്നപ്പോഴേക്കും 10 ഉണ്ട്. നമ്മള് 10 പിന്നെ 10 ഞാൻ വെച്ചാൽ ഫാത്തിമാന്നായിരിക്കും. ഫാത്തിമ എന്ന് പറഞ്ഞ ഇവനങ്ങ് നോക്കിയപ്പോഴത്തേക്ക് കോളേജ് നിൽക്കാൻ 10 ആയിരിക്കാം. എനിക്ക് അനീഷിന് മുന്നേ കാര്യത്തൊന്നും മനസ്സിലായി. അപ്പൊ ഫാത്തിമയുടെ താല്പര്യം വന്നത്. പിന്നെ എന്താണ് എന്ന് പറയാം, കുഴപ്പമില്ല. ഇപ്പം പറഞ്ഞ വിശ്വാസമല്ല, ഒരുപാട് ശല്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എന്നാലും കുഴപ്പമില്ല, പാവാണ്. എന്റർടൈൻമെന്റ് ഞാൻ കണ്ടിട്ടില്ല. ശരി, ആ ഒരു ഫണ്ണാണ്. പിന്നെ റൂംമേറ്റ് ലൈഫ്. പിന്നെ എന്താണ് എന്റെ റൂം എന്റെ പിന്നെ ഇതിവന്റെയാണ്. ഈ സർക്കിളില് ഞാൻ ആദ്യം ടെക്സ്റ്റ് ചെയ്ത് മീറ്റ് ചെയ്യുന്നത് അലീനയാണ്. ആക്ച്വലി നാട്ടിൽ നിന്ന് ഞാൻ ഇവനെ ടെക്സ്റ്റ് ചെയ്തു. എനിക്ക് അക്കോമഡേഷൻ വേണമായിരുന്നു. പക്ഷെ അന്ന് മൈൻഡ് ചെയ്തില്ല. എന്നെ നൈസായിട്ട് അങ്ങ് ഒഴിവാക്കി വിട്ടു. ഇതിപ്പോ കോളേജിൽ ഒരുമിച്ച് പഠിക്കുന്നവർ ഒരുമിച്ച് താമസിക്കണമെന്നില്ലെന്ന് എന്റെ ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. മീറ്റ് ചെയ്യുന്നതും അലീന തന്നെയാ. പിന്നെ എനിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നതും അലി തന്നെയാ. പിന്നെ ഇന്നാണ് അലി ദുബായിലോട്ട് പോകുന്നത്. ഞങ്ങളെല്ലാ ഫ്രണ്ട്സും എത്തിയിട്ടുണ്ടായിരുന്നു അലിയെ യാത്ര അയക്കാനായിട്ട്. സോ ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ അലി. മായുന്നല്ലോ മാനത്തെ പൊൻതിരി തേങ്ങുന്നല്ലോ തീരങ്ങൾ നോവിലലിഞ്ഞു പോയി കണ്ണിൽ താനേ നീഴലാകലി ഉള്ളിൽ തോരാതെ പെയ്യുന്നേ മായുന്നല്ലോ മാനത്തെ പൊൻതിരി വാർന്നു പോയി തേങ്ങുന്നല്ലോ തീരങ്ങൾ നോവിലലിഞ്ഞു പോയി തന്നെത്താനേ താരം വാനിൽ മായുന്നേ മണ്ണ്